ചാനൽ ചർച്ചയിലൊരു നാക്കുപിഴവ് സ്വാഭാവികമാണ്. നാക്കുപിഴവ് ഉണ്ടാവാത്ത ഒരാളും കേരള രാഷ്ട്രീയത്തിലില്ല. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പിണറായി വിജയനെതിരെ ആദ്യം കേസെടുക്കണം. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ ആദ്യം കേസെടുക്കണം. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ CPM കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ കേസെടുക്കണം. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം. രാഹുൽ ഗാന്ധിയുടെ നാക്കുപിഴവ് കോടതിയിൽ പല പ്രാവശ്യം ചോദ്യം ചെയ്യപ്പെട്ട് കോടതിയിൽ മാപ്പ് പറഞ്ഞു വന്ന് വീണ്ടും നാക്കുപിഴവെന്ന് പറഞ്ഞ് തോന്നിവാസം പറയുന്ന ആളാണ്. വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ഇതിലൊന്നും ഒരാളും ഇത് നാക്കുപിഴവാണ്, അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നേപ്പാളിലെ കലാപം, ശ്രീലങ്കയിലെ കലാപം, തൊട്ടപ്രദേശം അപ്പുറത്തെ ബംഗ്ലാദേശിലെ കലാപം പോലെ കലാപം ഉണ്ടാവണം ഈ ഇന്ത്യയിൽ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ചിത്രം കാണിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി കാണിച്ച് ഇവരെയൊക്കെ അടിച്ചു ഓടിക്കണമെന്ന് പരസ്യമായി പറഞ്ഞത് ബുക്കർ നേതാവാണ്. അരുന്ധതി റോയ് മലയാളിയാണ്. ബുക്കർ നേതാവും മലയാളിയായ അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയന് ധൈര്യം ഉണ്ടാവും. നാക്കുപിഴവല്ല, വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. നാക്കുപിഴവല്ലത്. കലാപം നേപ്പാളിൽ ഉണ്ടാക്കിയ കലാപം പോലെ, ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയ കലാപം പോലെ ഇന്ത്യയിൽ കലാപമുണ്ടാക്കി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. നരേന്ദ്രമോദിയെയും കൂട്ടരെയും ഓടിക്കണം ഇന്ത്യയിൽ നിന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയൻ ആദ്യം തയ്യാറാവണം. എന്നിട്ട് വേണം പ്രിന്റ് മഹാദേവൻ, ഒരു പാവം ചെറുപ്പക്കാരൻ, ആവേശം മൂത്തപ്പോൾ ഒരു നാക്കുപിഴവ് പറ്റി, അത്രയേ ഉള്ളൂ.